വെൽക്കം ബാക്ക് ടു ക്രേവിസ്ഥാൻ ഫ്രണ്ട്സ്. എല്ലാവർക്കും എൻ്റെ അശ്വതിയുടെയും ഈദ് മുബാരക്. നമ്മളിന്ന് പെരുന്നാളായിട്ട് ഒരു സ്പെഷ്യൽ ഡിഷാണ് വെക്കുന്നത്. വേറൊന്നുമല്ല, വീൽ കരായി എന്ന് പറയുന്ന ഒരു പെഷാവരി ഡിഷാണ്. അപ്പം ഇത് വീൽ മീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാളയുടെ മീറ്റാണ്. അതില്ലെങ്കിൽ ബീഫ് കൊണ്ട് നമുക്ക് ഡിഷ് ട്രൈ ചെയ്യാൻ പറ്റും. നല്ല റിച്ച് ആയിട്ടുള്ള ഡിഷാണ്. നമ്മളിതിൽ ഗീയും യോഗട്ടും ഫ്രഷ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അധികം സമയം കളയാതെ എങ്ങനെ ഡിഷ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ബീഫ് കരായി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ കുറച്ചധികം സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട, ഉണ്ടാക്കാൻ അത്ര പാടില്ലാത്ത സാധനമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 3 തക്കാളി പകുതിയായിട്ട് മുറിച്ചത് വേണം. പിന്നെ ഒരു 2 ടീസ്പൂൺ ചില്ലി പൗഡർ വേണം നമുക്ക്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യമായിട്ട് എത്രയാണെന്ന് വെച്ചാൽ എടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂൺ നമുക്ക് വേണം. ഒരു 1/2 കപ്പ് നെയ്യ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ പാകത്തിനത് എടുക്കുക. വറ്റൽമുളക് പൊടിച്ചത് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒരു 1.5 ടീസ്പൂൺ നമുക്ക് വേണം. അതുപോലെ മുഴുമല്ലി എടുത്തിട്ട് നമ്മൾ പൊടിക്കണം. ഈ മുഴുമല്ലി പൊടിക്കുമ്പം ഫൈനായിട്ട് പൊടിയരുത്, കുറച്ച് കോഴ്സായിട്ട് പൊടിച്ചത് വേണം. അതുപോലെ തന്നെ കുരുമുളക് മുഴുവനായിട്ടുള്ളതുണ്ടെങ്കിൽ അതും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക, ഇല്ലെങ്കിൽ പെപ്പർ പൗഡർ യൂസ് ചെയ്താലും മതി. പിന്നെ ഒരു മുഴുവൻ വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്, അതൊരു 8-10 അല്ലി വന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 6 പച്ചമുളക് നമ്മളിവിടെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ബീഫാണ്. നമുക്കിവിടെ കാളയുടെ മീറ്റ് കിട്ടിയിട്ടുണ്ട്, വീൽ മീറ്റ് കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ഉള്ളി, തൈര്, ഫ്രഷ് ക്രീം മുതലായ സാധനമാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത്. അവസാനമായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ മല്ലിയിലയും തിൻലി സ്ലൈസ്ഡ് ആയിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ പ്രഷർ കുക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബീഫ് മുഴുവൻ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് തിൻലി സ്ലൈസ്ഡ് ആയിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെച്ചത് എന്നീ സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കണം, തക്കാളി നമ്മളിതിൽ ഏറ്റവും അവസാനമേ ആഡ് ചെയ്യത്തുള്ളൂ. അത് വേറൊന്നിനുമല്ല, ഈ തക്കാളിയുടെ തൊലി നമുക്ക് വെന്ത് കഴിയുമ്പോഴത്തേക്ക് എടുക്കാൻ പാകത്തിനാണ് നമ്മളത് അവസാനം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇളക്കാനും നിൽക്കേണ്ട, ഇത് വെറുതെ അങ്ങോട്ട് എടുത്തിട്ട് പ്രഷർ കുക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും പ്രഷർ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള പൊടികളെല്ലാം കൂടെ തനിയെ മിക്സ് ആയിക്കോളും. മാത്രമല്ല നമ്മൾ കടായിലോട്ട് മാറ്റുമ്പോഴും നമ്മളിതിനെ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ എന്തായാലും ഒരു 25 മിനിറ്റ് നമ്മളിത് പ്രഷർ കുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് പ്രഷർ കുക്ക് ആവുന്ന സമയത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ആ വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതും നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ ഒരു മിക്സിയിലിട്ട് ഒരു ചമ്മന്തിയുടെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബീഫ് എന്തായിട്ടുണ്ടെന്ന് ഒന്ന് ശേഷം നോക്കാം. അടിപൊളി മണം വരുന്നുണ്ട്. നമ്മുടെ ബീഫെല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കെന്തായാലും ഈ തക്കാളി തൊലിയാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ടോങ്സ് വെച്ചിട്ട്, നിങ്ങൾ ടോങ്സ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് കൈ വെച്ചെടുത്ത് കളഞ്ഞാലോ മതി. ഇതുപോലെ തക്കാളിയുടെ മേളത്തെ തൊലി മാത്രം നല്ലോണം വെന്ത് കഴിയുമ്പോൾ വിട്ട് വരും. അതൊന്ന് ജസ്റ്റ് മാറ്റിയെടുത്തേക്കുക. നമുക്ക് പുളിയുള്ള ഭാഗമൊക്കെ എന്തായാലും നമ്മൾ ഇതിൽ കിടന്ന് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബീഫ് നമുക്കൊരു കടായിലേക്ക് മാറ്റാം. ഒരു ചീനച്ചട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനിയുള്ള ഫുൾ പരിപാടി നമ്മൾ ഇതിനകത്തായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 5 മിനിറ്റും കൂടെ ജസ്റ്റ് അതിനകത്തോട്ടൊന്നും തിളപ്പിക്കുക. അപ്പോൾ ഈ മസാല എല്ലാം ഒന്നും കൂടെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും 4-5 മിനിറ്റ് ഇത് ചീനച്ചട്ടിയിൽ കിടന്ന് നല്ലോണം തിളച്ചിട്ടുണ്ട്. ആ തക്കാളിയില ഇതിൽ നല്ലോണം ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലോണം അതിൽ ചേർത്ത് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1/2 കപ്പ് നെയ്യിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്കൊരു ലേറ്റർ സ്റ്റേജിൽ കുറച്ചും കൂടി ഡിഷ് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഈ ഗീ അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബീഫിലുള്ള എല്ലാ ഫ്ലേവേഴ്സും കൂടെ അങ്ങനെ നല്ലോണം എൻഹാൻസ്ഡ് ആയിട്ട് ഒരു പ്രത്യേക അരോമ വരും. അപ്പോൾ നമുക്കിതിൽ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടി കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കാം. പൊടിച്ച മുഴുമല്ലിയാണ് നമുക്കിനി അടുത്തായിട്ട് ഇതിൽ ചേർക്കേണ്ടത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഈ മുഴുമല്ലി പൊടിച്ചതും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വീണ്ടും പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ആ മീഡിയം ഫ്ലെയിമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1/2 കപ്പ് തൈരും 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലോണം ചേർക്കും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം.
എന്തായാലും ഞാനിവിടെ അടുപ്പൊന്ന് മാറ്റി കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, ഇതിൻ്റെ മീഡിയം ഫ്ലെയിമിന് കുറച്ച് തീ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു. എന്തായാലും നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഈ തൈരിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും സേഫ്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചൂട് കുറവായിരിക്കുന്നതുകൊണ്ട് തൈരും ഫ്രഷ് ക്രീമും കൂടെയുള്ള മിശ്രിതം പിരിഞ്ഞു പോകാതെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ ഒരു ലോ സിമ്മിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ ഫ്രഷ് ക്രീമും യോഗട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അത് ഇളക്കി നല്ലോണം യോജിപ്പിച്ചിട്ട് 5 മിനിറ്റ് കൂടെ വേവിക്കാം. അപ്പോൾ ലോ സിമ്മിൽ ഇരുന്നിട്ട് ഇത് വേവുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പാകമാണോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പാകമല്ലെങ്കിൽ അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത്, കൂടാതെ ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് കുരുമുളക് പൊടിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കൂടാതെ നമ്മൾ ആദ്യം റെസിപ്പി പറഞ്ഞപ്പോൾ നിങ്ങളടുത്ത് പറയാൻ വിട്ടുപോയൊരു സാധനം ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ഗരം മസാലയാണ്. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഫ്രഷ് ക്രീമും യോഗട്ടും എല്ലാം കൂടെ മിക്സ് ആയതിൻ്റെ കൂട്ടത്തിൽ ഈ ഗരം മസാല കൂടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബീഫ് കടായിക്ക് ഒരു പ്രോപ്പർ ബാലൻസ് വരും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇത് ആഡ് ചെയ്തിട്ട് മസാലയുടെ പച്ചമണം മാറാനായിട്ട് ഒരു 5 മിനിറ്റും കൂടെ ലോ സിമ്മിൽ തന്നെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീഫ് കരായി ഏകദേശം ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നല്ലോണം ഇതിൽ ചേർന്നു, നല്ല അരോമ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേവി നല്ലോണം തിക്കായി. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ മല്ലി, കൊറിയാണ്ടർ ലീവ്സ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. കുറച്ചും കൂടെ ഫാറ്റിൻ്റെ പീസസ് ഉണ്ടെങ്കിൽ ഈ ഡിഷ് അടിപൊളിയായിട്ട് റിച്ച് ആവും. അതുപോലെ ഒരു സ്കൂപ്പ് ബട്ടർ ഉണ്ടെങ്കിൽ ഇതിനെ നടുക്ക് വെച്ച് കൊടുത്താൽ അതും ഈ ഡിഷിനെ ഭയങ്കരമായിട്ട് റിച്ച് ആക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.